إن الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلوات الله وسلامه عليه أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أما بعد فإن خير الكلام كلام الله وأصدق السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها المؤمنون عباد الله أوصيكم إياي أولا بتقوى الله فاتقوا الله عباد الله സ്നേഹാദരണീയരായ ഈ മസ്ജിദിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ള മുസ്ലിമീങ്ങളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയെ തഖ്വ ചെയ്ത് അവനെ ഭയപ്പെട്ട് അവനിൽ വഴിപ്പെട്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടേറെ ബാധ്യതയുള്ളതോടൊപ്പം നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലുമുള്ള മുസ്ലിമീങ്ങൾ പരിശുദ്ധ ഹജ്ജ് കർമ്മം ഉദ്ദേശിച്ച് യാത്ര പുറപ്പെടുന്ന, ഹജ്ജിനു വേണ്ടി പരിശുദ്ധ ഹറമിൻ്റെ ഭൂമിയിൽ എത്തിച്ചേരുന്ന നമ്മുടെ നാട്ടിൽ നിന്നും പല സംഘങ്ങളായി പുറപ്പെട്ട് കഴിയുകയും പുറപ്പെട്ടുകൊണ്ടിരിക്കുകയും പുറപ്പെടാനിരിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിൻ്റെ പഞ്ചസ്തംഭങ്ങളിൽ അഞ്ചാമത്തെ കാര്യമായ ഹജ്ജ് കർമ്മം അത് നിർവഹിക്കാനിരിക്കുന്ന കാലയളവാണ് ഇൻഷാ അല്ലാഹ് ഇനി വരാനിരിക്കുന്നത്. ഹജ്ജിനു വേണ്ടി അത് ഉദ്ദേശിച്ച് ലോക മുസ്ലിമീങ്ങൾ ലോകത്തിൻ്റെ നാനാദിക്കുകളിൽ നിന്നും യാത്ര പുറപ്പെടുന്ന ഈ സാഹചര്യത്തിൽ അതിന് സാധിക്കാത്ത ആളുകൾ സാമ്പത്തികമായോ ശാരീരികമായോ സാഹചര്യവശാലോ പരിശുദ്ധ മക്കയിൽ പോയി ഹറമിൻ്റെ ഭൂമികയിൽ ചെന്നെത്തി കഅബയെ പുൽകി ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത മുസ്ലിമീങ്ങൾ, അവർ ഹജ്ജ് ചെയ്യാതെ അവർക്ക് ഹജ്ജിന്റെ പ്രതിഫലം നേടാവുന്ന കാര്യങ്ങൾ, ഹാജിമാരാകാതെ ഹാജിമാർ നേടുന്ന ഹജ്ജിന്റെ പ്രതിഫലം പൂർണ്ണമായും നേടാവുന്ന കാര്യങ്ങൾ, യാത്ര ചെയ്ത് സമ്പത്തൊടുക്കി ശാരീരികമായ പ്രയാസങ്ങൾ സഹിച്ച് മക്കയിലേക്ക്, ഹറമിലേക്ക് എത്താൻ സാധിക്കാത്തവർക്ക് അവിടെ എത്തി ഹജ്ജ് നിർവഹിക്കുന്നവർക്ക് രേഖപ്പെടുത്തുന്ന പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം നേടാവുന്ന കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ ഈ ഉമ്മത്തിനെ സന്തോഷ വാർത്തയായി അറിയിച്ചിട്ടുണ്ട്. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്തവർ ഭൗതികമായ കാര്യകാരണങ്ങളെ, തങ്ങളുടെ ആരോഗ്യത്തെ, സാമ്പത്തിക ശേഷിയെ, ഭൗതിക നിലവാരത്തെ വിലയിരുത്തുമ്പോൾ മരിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ പോലും എനിക്കത് സാധിക്കില്ല എന്ന പ്രതീക്ഷ അസ്തമിച്ചു പോയവർ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് അവരുടെ വീട്ടിലിരുന്ന്, അവരുടെ നാട്ടിൽ നിന്ന് അല്ലാഹുവിന്റെ കഅബയിൽ പോയി ഹജ്ജ് ചെയ്യുന്നതിന്റെ പരിപൂർണമായ പ്രതിഫലം രേഖപ്പെടുത്തുന്ന കാര്യങ്ങൾ നമ്മെ അറിയിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാ. അതിൽ ചില കാര്യങ്ങൾ 5 താഴെ മിനിറ്റ് കൊണ്ട് നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്, അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ചിലത് 15 മിനിറ്റിൽ താഴെ
സമയം ചിലവഴിക്കുകയാണെങ്കിൽ ദിവസവും നമുക്ക് നേടാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്, അള്ളാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ. ചിലത് 1 മണിക്കൂർ നമ്മൾ സമയം ചിലവഴിച്ചാൽ, 1 മണിക്കൂറിലേറെ 2 മണിക്കൂറോളം സമയം ചെലവഴിച്ചാൽ, ഇങ്ങനെ നമുക്ക് മിനിറ്റുകളിൽ പ്രധാനപ്പെട്ട ഒരംശവും മണിക്കൂറുകളിൽ അതിന്റെ സിംഹഭാഗവും മണിക്കൂറുകളും ചെലവഴിച്ചാൽ പോലും നേടാൻ സാധിക്കുന്ന ലളിതമാക്കി അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽ നിയമമാക്കപ്പെട്ട അമലുകൾ. അതിലൊന്നാമത്തെ കാര്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ ഫിൽ ജമാഅ ഫഹിയ കഹജ്ജത്തിൻ. വേറെ ചില റിവായത്തുകളിൽ കാണാം, മൻ മശാ ഇലാ സ്വലാത്തിൻ മക്തൂബത്തിൻ വഹുവ മുതതഹിറുൻ കാന ലഹു കഅജ്രിൽ ഹാജ്ജിൽ മുഹ്രിം. ആരാണോ നിർബന്ധമായ നിസ്കാരങ്ങൾക്കു വേണ്ടി ശുദ്ധി വരുത്തി വുദൂ ഉള്ളവനായി മസ്ജിദിലേക്ക്, ജമാഅത്ത് നടക്കുന്ന മസ്ജിദിലേക്ക് നടന്നു വന്നത്, നിസ്കാരം ഉദ്ദേശിച്ചു പുറപ്പെട്ടു വന്നത്, ഫഹിയ കഹജ്ജത്തിൻ, അവന് ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ്. വമൻ മശാ ഇലാ സ്വലാത്തി തതവ്വുഇൻ ഫഹിയ കഉംറത്തിൻ താമ്മത്തിൻ. ഇനി ഒരു ഐച്ഛികമായ സുന്നത്ത് നിസ്കാരം ഉദ്ദേശിച്ചിട്ടാണ് അവൻ മസ്ജിദിലേക്ക് ഇറങ്ങി പുറപ്പെട്ടത്, ശുദ്ധി വരുത്തി, ഫഹിയ കഉംറത്തിൻ താമ്മത്തിൻ, ഒരു പരിപൂർണമായ ഉംറ നിർവഹിച്ചതിന്റെ പ്രതിഫലം അല്ലാഹുവിനെ രേഖപ്പെടുത്തുന്നതാണ് ഇൻഷാ അല്ലാഹ്. വേറെ ചില റിപ്പോർട്ടുകളിൽ കാണാം, വമൻ മശാ ഇലാ സുബ്ഹത്തിൽ ളുഹാ കാന ലഹു കഅജ്രിൽ മുഅ്തമിർ. ആരാണോ മസ്ജിദിലേക്ക് ളുഹാ നമസ്കാരം ഉദ്ദേശിച്ച് ശുദ്ധി വരുത്തി ഒരുങ്ങി പുറപ്പെട്ടു വന്നത്, അങ്ങനെ ളുഹാ നിസ്കാരം മസ്ജിദിലെത്തി നിർവഹിച്ചത്, കാന ലഹു കഅജ്രിൽ മുഅ്തമിർ, ഉംറ ചെയ്തവന്റെ ഒരു ഉംറയുടെ പരിപൂർണമായ പ്രതിഫലം അല്ലാഹുവിനെ രേഖപ്പെടുത്തുന്നതാണ്. നോക്കൂ നിങ്ങൾ സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ മസ്ജിദുകളിലേക്ക് വീട്ടിൽ നിന്നോ കച്ചവട സ്ഥാപനങ്ങളിൽ നിന്നോ ജോലി സ്ഥലങ്ങളിൽ നിന്നോ ശുദ്ധി വരുത്തി നിസ്കാരം മാത്രം ലക്ഷ്യമാക്കി 5 നേരവും അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ, ഒരു മസ്ജിദിൽ ജമാഅത്ത് നടക്കുന്ന ഇടങ്ങളിൽ എത്തി അവൻ നമസ്കാരം നിർവഹിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നത് ഒരു ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഒരു നേരത്തെ നിസ്കാരത്തിന് 5 നേരവും ഇപ്രകാരം മസ്ജിദിലെത്തി ജമാഅത്തായി നിസ്കാരം നിർവഹിക്കുന്ന മുസ്ലിമീങ്ങൾ ഒരു ദിവസത്തിൽ 5 ഹജ്ജ് നിർവഹിച്ച നേട്ടം, പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് രേഖപ്പെടുത്തുമെന്നാണ് ഒരു ദിവസത്തിൽ. അപ്പോൾ ഒരു മാസത്തിലോ 150 ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമാണ്. ഒരു വർഷത്തിലോ 1500-ലധികം ഹജ്ജ് നിർവഹിച്ച പ്രതിഫലമാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് ഈ പ്രതിഫലം വീട്ടിലിരുന്ന്, നാട്ടിൽ നിന്നുകൊണ്ട് ഹജ്ജ് ചെയ്യാൻ സാധിക്കാത്ത നമുക്ക് നേടാൻ സാധിക്കണം ഇൻഷാ അല്ലാഹ്. അല്ലാഹു അതിന് തൗഫീഖ് നൽകുമാറാകട്ടെ. രണ്ടാമത്തെ കാര്യം, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറയുന്നു, മൻ സ്വല്ലൽ ഗദാത ഫീ ജമാഅത്തിൻ ثم قعد يذكر الله حتى تطلع الشمس. ആരാണോ സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ചത്, ശേഷം നിസ്കാരം പൂർത്തിയാക്കിയതിന് ശേഷം അവൻ മസ്ജിദിൽ തന്നെ ഇരിക്കുകയും ചെയ്തു, അല്ലാഹു സുബ്ഹാനഹു വ തആല ദിക്ർ ചെയ്ത്, ഖുർആൻ പാരായണം ചെയ്ത്, അല്ലാഹുവിന്റെ മസ്ജിദിൽ അവനെ സ്മരിച്ചുകൊണ്ട് അവൻ ഇരുന്നു, ഹത്താ തത്ലുഅ അശംസ്, സൂര്യൻ ഉദിക്കുന്നവരെ, സൂര്യൻ ഉദിക്കുവോളം അവൻ അവിടെ തന്നെ ഇരുന്നു. സുമ്മ സ്വല്ലാ റക്അതൈൻ, സൂര്യൻ ഉദിച്ചതിന് ശേഷം ഒരു കുന്തത്തിന്റെ അളവ് അത് ഉയർന്നു കഴിഞ്ഞാൽ സൂര്യോദയത്തിന് 15-20 മിനിറ്റിന് ശേഷം അവൻ 2 റക്അത്ത് എഴുന്നേറ്റ് നിസ്കരിച്ചു. കാനത് ലഹു കഅജ്രി ഹജ്ജത്തിൻ വ ഉംറത്തിൻ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 3 തവണ ആവർത്തിച്ചു. താമ്മത്തിൻ താമ്മത്തിൻ താമ്മത്തിൻ, പരിപൂർണമായ ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം അവന് ലഭിക്കുന്നതാണ്. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. നോക്കൂ നിങ്ങൾ, ദിവസവും സുബ്ഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് മസ്ജിദിൽ സൂര്യോദയം വരെ ദിക്റിലായി കഴിച്ചുകൂട്ടി, സൂര്യൻ ഉദിച്ചതിന് ശേഷം 15-20 മിനിറ്റോ കാത്തിരുന്ന് അല്ലാഹുവിന് വേണ്ടി 2 റക്അത്ത് ഐച്ഛികമായ നിസ്കാരം, സ്വലാത്തുൽ ഇശ്റാഖ് എന്ന പേര് ഈ നിസ്കാരത്തിനുള്ളതാണ്. ളുഹായുടെ ആദ്യ സമയത്തിൽ നിർവഹിക്കുന്ന ഈ 2 റക്അത്ത് നിസ്കാരം, അതിനൊരു ഹജ്ജും ഉംറയും പൂർണ്ണമായി നിർവഹിച്ച പ്രതിഫലം
അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വാഗ്ദാനം നൽകുന്നു. ഇത് ദിവസവും നിർവഹിക്കുന്നവർക്ക് ദിവസവും ഒരു ഹജ്ജും ഉംറയും ചെയ്ത പ്രതിഫലം. അല്ലാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. അതുകൊണ്ടാണ് മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹിമഹുല്ലാ അദ്ദേഹത്തെ പറ്റി പറയപ്പെട്ടത്, അദ്ദേഹം എല്ലാ ദിവസവും ഇതുപോലെ സുബഹി നിസ്കാരം ജമാഅത്തായി നിർവഹിച്ച് സ്വലാത്തുൽ ഇസ്റാഖ് സൂര്യോദയം വരെ കാത്തിരുന്ന് നിർവഹിക്കാറുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിന്റെ പതിവ് ദിനചര്യകളിൽപ്പെട്ടതായിരുന്നു. അദ്ദേഹം പറയാറുണ്ടായിരുന്നു, ഹാദിഹി ഖദ്വതി, ഇതെന്റെ പ്രഭാത ഭക്ഷണമാണ്, ഇതില്ലെങ്കിൽ എന്റെ ശരീരത്തിന്റെ ശക്തി ക്ഷയിച്ചു പോകും, എനിക്ക് ആരോഗ്യം നഷ്ടപ്പെടും, ഇതെന്റെ പ്രഭാത ഭക്ഷണമാണ്, പ്രാതലാണ് എന്ന് അദ്ദേഹം പറയാറുണ്ടായിരുന്നു. സഹോദരങ്ങളെ, ഇത് നമ്മുടെ പ്രഭാതത്തിലെ പ്രധാന പോഷണമായി നമ്മൾ നേടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പകരം നമുക്ക് വാഗ്ദാനം നൽകുന്നത് ഒരു ഹജ്ജിന്റെയും ഉംറയുടെയും പൂർണ്ണമായ പ്രതിഫലമാണ്. ഇതാണ് രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ഒരിക്കൽ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിലേക്ക് സ്വഹാബികളിലെ ദരിദ്രരായ പാവപ്പെട്ടവരായ സാമ്പത്തിക ശേഷി കുറഞ്ഞ ചിലർ വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രയാസം ബോധിപ്പിച്ചു. അല്ലാഹുവിന്റെ റസൂലേ, ذهب أهل الدثور من الأموال بالدرجات العلى والنعيم المقيم يصلون كما نصلي ويصومون كما نصوم ولهم فضل من أموال يحجون بها ويأتمرون ويجاهدون ويتصدقون. അല്ലാഹുവിന്റെ റസൂലേ, സമ്പന്നർ, അല്ലാഹു സമ്പത്ത് നൽകി അനുഗ്രഹിച്ചവർ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവർ ആ സമ്പത്ത് ഉപയോഗിച്ച് അല്ലാഹുവിന്റെ മാർഗത്തിൽ സൽക്കർമ്മങ്ങൾ അധികരിപ്പിച്ച് ഉന്നതമായ പ്രതിഫലവും നിലനിൽക്കുന്ന സ്വർഗത്തിലെ പദവികളും അവർ നേടിയെടുക്കുകയാണ്. അവർ ഞങ്ങൾ നിസ്കരിക്കുന്ന പോലെ നിസ്കരിക്കുന്നുണ്ട്, ഞങ്ങൾ നോമ്പെടുക്കുന്ന പോലെ നോമ്പെടുക്കുന്നുണ്ട്. അതോടൊപ്പം അവർക്ക് അല്ലാഹു അധികമായി നൽകിയ സമ്പത്ത് കൊണ്ട് അവർ ഉംറ ചെയ്യുന്നുണ്ട്, ഹജ്ജ് നിർവഹിക്കുന്നുണ്ട്, അവർ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്വതക്ക നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂലേ, ആ ഒരു പ്രതിഫലം കൊണ്ട് ഞങ്ങളുടെ മുമ്പിൽ നടന്നുപോയി, നന്മകളിൽ ഞങ്ങളെ മുൻകടന്നുപോയി. ഞങ്ങൾക്ക് അവരോടൊപ്പം എത്താൻ സാധിക്കുന്നില്ലല്ലോ, ഞങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് അവർക്ക് നൽകിയതുപോലെ നൽകിയിട്ടില്ലല്ലോ, അത് കാരണത്താൽ എന്നവർ പ്രയാസം ബോധിപ്പിച്ചു. നോക്കൂ നിങ്ങൾ, സ്വഹാബത്തിന്റെ നന്മയിലുള്ള മുന്നേറ്റത്തിന്റെ ആഗ്രഹം, നന്മയിൽ മത്സരിച്ച് മുന്നേറണമെന്ന അവരുടെ അഭിവാഞ്യ, ഇത് നമുക്ക് നഷ്ടപ്പെട്ട സ്വത്താണ്. മുസ്ലിമീങ്ങൾ ഇന്നഹും കാനൂ യുസാരിഊന ഫിൽ ഖൈറാത്ത്, അവർ നന്മകളിൽ വേഗത്തിൽ തിടുക്കത്തിൽ മത്സരിച്ച് മുന്നേറുന്നവരാണ്. സാബിഖൂ ഇലാ മഗ്ഫിറത്തിൻ മിർ റബ്ബിക്കും വ ജന്നഹ്, അല്ലാഹുവിന്റെ കൽപ്പനയാണത്, സ്വർഗ്ഗത്തിനും അല്ലാഹുവിന്റെ പാപമോചനങ്ങൾക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ ബാദിറു ബിൽ അമാൽ, സൽക്കർമ്മങ്ങളിലേക്കും തിരക്കിട്ട് മത്സരത്തോടെ മുന്നേറേണ്ടവരാണ് നാം. സ്വഹാബത്തിനെ പോലെ അവരുടെ പരാതി അതായിരുന്നു, ഞങ്ങൾക്കത് സാധിക്കുന്നില്ലല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് ആശ്വാസം പകർന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഉഹദ്ദിസുകും ബി അംറിൻ ഇൻ അഖദ്തും ബിഹി അദ്റത്തും മൻ സബകകും, എങ്കിൽ നിങ്ങൾക്ക് ആശ്വാസമായി ഞാനൊരു കാര്യം അറിയിച്ചു തരാം. നിങ്ങളത് മുറുകെ പിടിക്കുകയാണെങ്കിൽ നിങ്ങളെ മുൻകടന്നു എന്ന് പറയുന്ന സമ്പന്നർ, അവരെ നിങ്ങൾക്ക് മുൻകടക്കാൻ പറ്റും, അവർ നിങ്ങളുടെ മുമ്പിലാകുകയില്ല. വലം യുദ്രിക്കും അഹദുൻ ബഅദകും, നിങ്ങൾ മാത്രമാണ് അത് ചെയ്യുന്നതെങ്കിൽ നിങ്ങളത് ചെയ്തതിന് ശേഷം ഒരാളും നന്മയിൽ നിങ്ങളെ മുൻകടക്കുകയില്ല. വകുൻതും ഖൈറ മൻ അൻതും ബൈന ലഹറാനൈഹി ഇല്ലാ മൻ അമില മിസ്ലഹു, നിങ്ങളിത് ചെയ്യുകയാണെങ്കിൽ നിങ്ങളോടൊപ്പം ഇക്കാലഘട്ടത്തിൽ ജീവിക്കുന്നവരിൽ ഇത് ചെയ്യാത്ത ആളുകൾ നിങ്ങൾക്ക് മുന്നിലെത്തുകയില്ല, നന്മയിൽ നിങ്ങളെ മുൻകടക്കുകയില്ല, നിങ്ങളെക്കാൾ പ്രതിഫലത്തിൽ ശ്രേഷ്ഠരാവുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആശ്വാസവാക്കുകൾ അവർക്ക് ആദ്യം നൽകി ആ നന്മയെ അറിയിച്ചു കൊടുക്കുകയാണ്. ഏതാണ് സഹോദരങ്ങളെ ആ നന്മ? ഏതാണ് ആ നന്മ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തുസബ്ബിഹൂന വതഹ്മദൂന വതുകബ്ബിറൂന ഖൽഫ കുല്ലി സ്വലാത്തിൻ 33, നിങ്ങൾ എല്ലാ ഫർള് നിസ്കാരങ്ങളുടെയും ശേഷം 33 തവണ സുബ്ഹാനല്ലാഹും 33 തവണ അൽഹംദുലില്ലയും 33 തവണ അല്ലാഹു അക്ബർ ഉരുവിടുക. എങ്കിൽ ഹജ്ജും ഉംറയും സ്വതക്കയും സമ്പത്ത് കൊണ്ട് അതിന്റെ പ്രതിഫലങ്ങൾ വാരിക്കൂട്ടിയവരെക്കാൾ നിങ്ങൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ മുൻകടക്കുന്ന പ്രതിഫലം നൽകുന്നതാണ് എന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആശ്വസിപ്പിക്കുകയാണ്. സഹോദരങ്ങളെ നോക്കൂ നിങ്ങൾ, ഈ 33 തവണയുള്ള അൽഹംദുലില്ലയും സുബ്ഹാനല്ലാഹും അല്ലാഹു അക്ബറും ചൊല്ലാൻ വരെ നമുക്ക് സമയമില്ല. ജമാഅത്തിനെത്താൻ നമുക്ക് സമയമില്ല. എങ്ങാനും ജമാഅത്തിനെത്തിയാലോ അബദ്ധവശാൽ സലാം വീട്ടി പൊടിയും തട്ടി ഒരു 3 അസ്തഗ്ഫിറുല്ലാഹ് പോലും പറയാൻ മാത്രം ക്ഷമയില്ല നമുക്ക്. നമ്മുടെ തിരക്ക് നമ്മൾ അതിന് അനുവദിക്കുന്നില്ല.
33 തവണ തഹ്മീദും തസ്ബീഹും തക്ബീർ നമ്മൾ ഉരുവിട്ട് കഴിഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സമ്പത്ത് കൊണ്ട് ഹജ്ജും സ്വതക്കയും നിർവഹിക്കുന്നവരെക്കാൾ നമുക്ക് പ്രതിഫലം നൽകുമെങ്കിൽ നമ്മൾ ഇത് പാഴാക്കിക്കൂടാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. ഇതാണ് മൂന്നാമത്തെ കാര്യം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിൽ മറ്റൊരു കാര്യം നമ്മെ അറിയിച്ചു. മൻ ഗദാ ഇലൽ മസ്ജിദി ലാ യുരീദു ഇല്ലാ അൻ യതഅല്ലമ ഖൈറൻ ഔ യുഅല്ലിമഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതഹു കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതഹു. ആരാണോ പ്രഭാതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മസ്ജിദുകളിൽ ഒരു മസ്ജിദിലേക്ക് അല്ലാഹുവിന്റെ ദീനിൽ നിന്ന് ഖൈറായ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി പുറപ്പെട്ടു വന്നത്, ഔ യുഅല്ലിമഹു അതല്ലെങ്കിൽ ജനങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി ഒരുങ്ങി പുറപ്പെട്ടു വന്നത്, കാന ലഹു കഅജ്രി ഹാജ്ജിൻ താമ്മൻ ഹിജ്ജതുഹു പൂർണ്ണമായ ഒരു ഹജ്ജ് നിർവഹിച്ചതിന്റെ പ്രതിഫലം അവന് നൽകുന്നതാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. നോക്കൂ നിങ്ങൾ, അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ ഒരു മസ്ജിദിൽ ദീൻ പഠിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് ഒരുങ്ങി പുറപ്പെട്ടു വരികയും അല്ലാഹുവിന്റെ മസ്ജിദുകളിൽ നിന്ന് ദീൻ പഠിക്കുകയും അത് പഠിപ്പിച്ചു കൊടുക്കുകയും ചെയ്യുന്നവർക്കുള്ള ശ്രേഷ്ഠതയാണിത്. ഒരു പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം പലപ്പോഴും പലർക്കും ജീവിതത്തിൽ ഒരിക്കൽ പോലും സാധിക്കാത്ത, ഇനി സാധിച്ചെങ്കിൽ തന്നെ ആ സദസ്സിലിരുന്നാൽ അരോചവും അലർജിയുമാകുന്ന ഒരു മഹത്തായ നന്മയാണിത്. എന്താണ് നമ്മുടെ അവസ്ഥ? അല്ലാഹുവിന്റെ മസ്ജിദ്, ഈ മസ്ജിദിൽ നമുക്കതിനുള്ള അവസരമുണ്ട്. നമ്മുടെ പരിസരങ്ങളിലുള്ള മസ്ജിദുകളിൽ അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ നമുക്ക് അവസരങ്ങളുണ്ട്. ആഴ്ചയിൽ ഒരു ദിവസം, ഒരു മണിക്കൂർ, ഒരൽപ്പം സമയം അതിനുവേണ്ടി മാറ്റിവെക്കാൻ നമുക്ക് സമയമില്ല. നമ്മളത് താല്പര്യപൂർവ്വം നല്ല നീയത്തോടുകൂടി അത് വീണ്ടെടുക്കുകയാണെങ്കിൽ നമുക്ക് അല്ലാഹുവിന്റെ ദീനിൽ നിന്നുള്ള വിജ്ഞാനങ്ങൾ കരസ്ഥമാകുന്നതോടൊപ്പം അല്ലാഹു പൂർണ്ണമായ ഹജ്ജ് ചെയ്ത പ്രതിഫലമാണ് നമുക്ക് രേഖപ്പെടുത്തുന്നത്. നോക്കൂ നിങ്ങൾ, അതോടൊപ്പം നമ്മൾ വീട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് വുളു എടുത്ത് വരികയാണെങ്കിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു നിസ്കാരത്തിന്റെ വഖത്തിൽ നിസ്കാരം ഉദ്ദേശിച്ച് അവൻ വീട്ടിൽ നിന്ന് വുളു ഉണ്ടാക്കി വരികയാണ്, മസ്ജിദിൽ എത്തുവോളം അവൻ നിസ്കാരത്തിലാണ്, നിസ്കാരത്തിന് കാത്തിരിക്കുകയാണ് അവൻ മസ്ജിദിൽ, നിസ്കാരം തുടങ്ങുന്നവരെ അവൻ നിസ്കാരത്തിലാണ്, നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തിന്റെ പ്രതിഫലമാണ്. അതോടൊപ്പം ദീൻ പഠിക്കാനും കൂടി ഉദ്ദേശത്തിൽ വന്നാലോ ഹജ്ജിന്റെ പ്രതിഫലമാണ്. ദീൻ പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവർക്ക് വേണ്ടി മലക്കുകൾ ഈ ഭൂലോകത്തുള്ള സകല ചരാചരങ്ങളും സമുദ്രാന്തർഭാഗത്തുള്ള മത്സ്യവും മാളത്തിൽ ഒളിക്കുന്ന ഉറുമ്പും വരെ അവർക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ ചെയ്യുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ വ്യക്തമായ പാഠങ്ങളാണ്. അതുകൊണ്ട് നാലാമത്തെ കാര്യം ഇതാണ്, അല്ലാഹുവിന്റെ മസ്ജിദുകളിലേക്ക് ദീൻ പഠിക്കാനും പഠിപ്പിച്ചു കൊടുക്കാനും വേണ്ടി ഒരുങ്ങി പുറപ്പെടുക. പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം ഇൻഷാ അല്ലാഹ് അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുന്നതാണ്. അഞ്ചാമത്തെ കാര്യം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ഉംറത ഫി റമളാൻ തഅദിലു ഹജ്ജതൻ. റമളാനിലെ ഉംറ, റമളാനിലെ ഒരു ഉംറ ഒരു ഹജ്ജിനു പകരമായ പ്രതിഫലം ലഭിക്കപ്പെടുന്ന കാര്യമാണ്. റമളാനിൽ സാധിക്കുന്നവർ ഉംറ ചെയ്താൽ ആ ഉംറക്കുള്ള പ്രതിഫലം ഹജ്ജിന്റെ പ്രതിഫലമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിക്കുന്നു. സഹോദരങ്ങളെ, ഇതൊന്നും നമ്മൾ മനസ്സ് വിചാരിച്ചാൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് പ്രയാസമില്ലാതെ എളുപ്പത്തിൽ നേടിയെടുക്കാൻ സാധിക്കുന്ന ലളിതമാക്കിയ അമലുകളാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യത്താൽ ഇത് നേടിയെടുക്കാൻ, പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം വാരിക്കൂട്ടാൻ, സൽക്കർമ്മങ്ങളിൽ മത്സരിച്ചു മുന്നിടാൻ, വ്യഗ്രതപ്പെടാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും വേണ്ടപ്പെട്ടവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. അഖൂലു മാ തസ്മഊൻ വഅസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇരിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് മിൻ കുല്ലി ദംബിൻ ഫസ്തഗ്ഫിറൂ ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله وحده والصلاة والسلام على من لا نبي بعده وعلى آله وأصحابه الفائزين برضا الله أما بعد فاتقوا الله عباد الله أوصيكم إياي ثانيا بتقوى الله. സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിക്കണമെന്ന് തഖ്വ കൊണ്ട് ആവർത്തിച്ച് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സെയ്ദ് ഇബ്നു ഖാലിദ് അൽ ജുഹനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസിൽ പറഞ്ഞു, മൻ ജഹസ ഗാസിയൻ ഔ ജഹസ ഹാജൻ ഔ ഖലഫഹു ഫി അഹ്ലിഹി ഔ ഫത്തറ സായിമൻ ഫലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യുൻഖസ മിൻ അജ്രിഹി ഷൈഅ. ആരാണോ
അള്ളാഹുവിന്റെ മാർഗത്തിൽ യുദ്ധം ചെയ്യാവുന്ന ഒരു യോദ്ധാവിനെ സജ്ജനാക്കിയത്. അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാനുള്ള, ഹജ്ജ് യാത്രികന് വേണ്ടിയുള്ള വിഭവങ്ങളും സൗകര്യങ്ങളും സഹായങ്ങളും ഒരുക്കിയത്. ഔ ഖലഫഹു ഫി അഹ്ലിഹി, അതല്ലെങ്കിൽ അവൻ ഹജ്ജിന് പുറപ്പെടുകയാണ്, അവന്റെ വീട്ടിലെ കാര്യങ്ങൾ നോക്കാനും അവരുടെ സംരക്ഷണത്തിനും ആരെയാണോ അവൻ പകരം നിശ്ചയിക്കുന്നത്, ഒരാളെ പകരം നിശ്ചയിച്ചാൽ, ഔ ഫത്തറ സായിമൻ, അതല്ലെങ്കിൽ ഒരു നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചാൽ, ഫലഹു മിസ്ലു അജ്രിഹി മിൻ ഗൈരി അൻ യുൻഖസ മിൻ അജ്രിഹി ഷൈഅ, ഈ ചെയ്യുന്ന വ്യക്തിക്ക്, അതായത് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരു സൈനികനെ ഒരുക്കി, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഹജ്ജ് ചെയ്യാൻ ഒരു ഹാജിക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തു കൊടുത്തു, അവന് വേണ്ട സാമ്പത്തികവും ഭൗതികവുമായ സജ്ജീകരണങ്ങൾ ഒരുക്കിക്കൊടുത്തു, അതല്ലെങ്കിൽ തനിക്ക് പകരക്കാരനായി വീട്ടിൽ ഒരാളെ നിശ്ചയിച്ചു, ആ പകരക്കാരനായ ആൾക്ക് നോമ്പുകാരനെ നോമ്പ് തുറപ്പിച്ചു, ഇവർക്കെല്ലാം അത് ചെയ്യുന്ന ആളിൽ നിന്ന് കുറയാതെ, ഹജ്ജാണെങ്കിൽ ഹജ്ജ്, ജിഹാദ് ചെയ്യുകയാണെങ്കിൽ ജിഹാദ്, നോമ്പാണെങ്കിൽ നോമ്പ്, പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല രേഖപ്പെടുത്തുമെന്നാണ്. അവർക്കൊട്ടും കുറയാതെ, അത് പ്രവർത്തിക്കുന്ന ആളുകൾക്കൊട്ടും കുറയാതെ. നോക്കൂ നിങ്ങൾ, ഇതിലും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണി ആരെ? ഹജ്ജിന് വേണ്ടി ഒരാളെ ഒരുക്കി അയാൾക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്ത് യാത്ര അയക്കുന്നവർക്ക്. അതുകൊണ്ട് വീട്ടിലുള്ളവർക്ക് ഹജ്ജ് ചെയ്യാൻ സാധിക്കുന്നില്ല, നമ്മൾ വീട്ടിലെ പ്രതിനിധിയായി നമ്മുടെ സഹോദരങ്ങളെ, അതല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ, ഉറ്റവരെ, ഉടയവരെ ഹജ്ജിന് വേണ്ടി നമ്മൾ യാത്രയാക്കുകയാണ്. അവർക്ക് വേണ്ടിയുള്ള സൗകര്യവും സജ്ജീകരണങ്ങളും സാമ്പത്തികവും ശാരീരികമായ സഹായങ്ങൾ ഒരുക്കി കൊടുക്കുകയാണ്. നല്ല നിയ്യത്തുണ്ടെങ്കിൽ ആ പോകുന്ന ഹാജിക്കുള്ള ഹജ്ജിന്റെ അതേ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊട്ടും കുറയാതെ നമുക്ക് രേഖപ്പെടുത്തുമെന്നാണ്. അവർക്ക് വേണ്ടി ഹജ്ജിന് സഹായം ചെയ്താൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകുമാറാകട്ടെ. ഇതാണ് ആറാമത്തെ കാര്യം. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ച ഹജ്ജിന്റെ പൂർണ്ണമായ പ്രതിഫലം കിട്ടുന്ന ആറാമത്തെ കാര്യം. ഏഴാമത്തെ കാര്യം ഇസ്ലാമിലെ പൊതുവായൊരു നിയമമാണ്. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ, ഇന്നമൽ അഅമാലു ബിന്നിയാത്ത് വ ഇന്നമാ ലികുല്ലി ഇംറിഇൻ മാ നവാ, അമലുകളെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമ്മെ പ്രേരിപ്പിച്ച നല്ല നിയ്യത്തുകളുടെ അടിസ്ഥാനത്തിലാണ് സ്വീകരിക്കുക. എന്താണോ നമ്മൾ ഉദ്ദേശിക്കുന്നത്, നിയ്യത്താക്കുന്നത്, അതാണ് നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലമായി രേഖപ്പെടുത്തുക. ഈ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ വേറെ ഇസ്ലാമിന്റെ പൊതുവായ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ഉൾക്കൊള്ളുന്ന പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ പണ്ഡിതന്മാർ പറയുന്നു, ഒരാൾ സത്യസന്ധമായി അവന്റെ കൽബിൽ എനിക്ക് ഹജ്ജ് ചെയ്യണമെന്ന നിയ്യത്ത് സ്ഥാപിച്ചാൽ, സന്ദർഭവശാൽ ന്യായമായ കാരണങ്ങളാൽ അവനതിന് സാധിക്കാതിരുന്നാൽ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ആ നിയ്യത്ത് കൊണ്ട് മാത്രം, സംശുദ്ധമായ നിയ്യത്ത് കൊണ്ട് മാത്രം അവന് പൂർണ്ണമായ ഹജ്ജിന്റെ കൂലി രേഖപ്പെടുത്തുമെന്നാണ് ഇൻഷാ അല്ലാഹ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വിഷയത്തിലെ ഒരു ഹദീസ് കൂടി ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം. അവിടുന്ന് പറഞ്ഞു, ഇന്നല്ലാഹ കതബൽ ഹസനാതി വസയ്യിആത്, അല്ലാഹു നന്മകളും തിന്മകളും രേഖപ്പെടുത്തും. നമ്മൾ പ്രവർത്തിക്കുന്ന നന്മകളും തിന്മകളും അല്ലാഹു സുബ്ഹാനഹു വ തആല മലക്കുകളെ കൊണ്ട് എഴുതിക്കും. ثم بين ذلك فمن هم بحسنة فلم يعملها كتبها الله له عنده حسنة كاملة. അത് പിന്നീട് നമുക്ക് അല്ലാഹു അറിയിച്ചു തരികയും ചെയ്യും ഖിയാമത്ത് നാളിൽ. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഒരാൾ ഒരു നന്മ ചെയ്യാൻ ഉദ്ദേശിച്ചു, അവനത് ചെയ്യാൻ സാധിച്ചില്ല. നന്മ ചെയ്യാനുള്ള നല്ല ഉദ്ദേശമുണ്ടായി, നീയത്തുണ്ടായി, പക്ഷേ ന്യായമായ കാരണങ്ങളാൽ അവനത് ചെയ്യാൻ സാധിച്ചില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാതിരുന്നാൽ പോലും നല്ല ഉദ്ദേശം കൊണ്ട് മാത്രം ആ നന്മയുടെ പൂർണ്ണമായ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തുമെന്നാണ്. ഇനി അവൻ ചെയ്യാൻ തീരുമാനിച്ചു, ഉദ്ദേശിച്ചു, അത് ചെയ്തു, പ്രവർത്തിക്കാൻ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടായി. പ്രവർത്തിച്ചാൽ അല്ലാഹു അതിന്റെ 10 ഇരട്ടി മുതൽ ഇലാ 700 റഅഫിൻ ഇലാ അളാഫിൻ കതീറ, 700 ഇരട്ടി വരെ, അതല്ലെങ്കിൽ അല്ലാഹു ഉദ്ദേശിക്കുന്ന ഇരട്ടിയോളം അവനത് പ്രവർത്തിച്ചാൽ അല്ലാഹു അതിന്റെ കൂലി രേഖപ്പെടുത്തും. പ്രവർത്തിക്കാതെ ഉദ്ദേശം കൊണ്ട് മാത്രം അവനതിനു വേണ്ടി ഒരുങ്ങിയാൽ, സന്ദർഭവശാൽ സാധിക്കാതെ പോയാൽ പൂർണ്ണമായ നന്മയുടെ പ്രതിഫലം അല്ലാഹു രേഖപ്പെടുത്തും. ഇതിന്റെ അടിസ്ഥാനത്തിൽ സത്യസന്ധമായി ഹജ്ജ് ചെയ്യണമെന്ന് അതിയായി ആഗ്രഹിച്ച് നീയത്ത് വെച്ച് പൂതി വെച്ച് ജീവിച്ച ഒരു മനുഷ്യൻ ആ അവസരം എത്തുന്നതിന് മുമ്പ്, തൗഫീഖ് ലഭിക്കുന്നതിന് മുമ്പ് മരണപ്പെട്ടാൽ ഇൻഷാ അല്ലാഹ് അല്ലാഹു പൂർണ്ണമായ ഹജ്ജ് നിർവഹിച്ച പ്രതിഫലം അവന് രേഖപ്പെടുത്തുമെന്നാണ്. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീൻ എത്ര മനോഹരമാണ്, എത്ര ലളിതമാണ്. നമ്മളൊന്ന് മനസ്സ് വെച്ചാൽ അല്ലാഹുവിന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ നമുക്ക് വാരിക്കൂട്ടാവുന്ന പ്രതിഫലത്തിന്റെ കണക്കെത്രയാണ്, അതിനറ്റമില്ല, പരിധിയില്ല.
അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ തൗഫീഖിന് നമ്മൾ കേഴുകയും അതിനുവേണ്ടി നമ്മൾ പണിയെടുക്കുകയും വേണമെന്ന് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരക്കാരിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹോദരങ്ങളെ, നോക്കൂ, നിങ്ങൾ, ഞാൻ പറഞ്ഞുവല്ലോ തുടക്കത്തിൽ, ഈ പറഞ്ഞ അമലുകൾ, ലളിതമായ അമലുകൾ നമുക്ക് നിർവഹിക്കാൻ 5-ൽ താഴെയോ അതല്ലെങ്കിൽ ഒരു 15 മിനിറ്റിൽ താഴെയോ, ചിലത് 1 മണിക്കൂറോ അതല്ലെങ്കിൽ അതിൽ താഴെയോ അതിലേറെയോ മാത്രം മതി. 3 മിനിറ്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ 5 മിനിറ്റിന് താഴെയുണ്ടെങ്കിൽ നോക്കൂ നിങ്ങൾ, 33 സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലാഹും അല്ലാഹു അക്ബറും പറയാൻ നമുക്ക് സാധിക്കും. 5 മിനിറ്റിൽ താഴെ മാത്രം മതി. ഒരു പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് വാഗ്ദാനം ചെയ്യുന്നു. 15 മിനിറ്റ് ഉണ്ടെങ്കിൽ നിസ്കാരത്തിന് വേണ്ടി വുളു എടുത്ത് പുറപ്പെട്ട് ജമാഅത്തായി നിസ്കരിച്ച് നമുക്ക് മടങ്ങിപ്പോകാൻ സാധിക്കും ഇൻഷാ അല്ലാഹ്. അതിൽ താഴെ മതി. ഒരു പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലം 15 മിനിറ്റിൽ താഴെ അല്ലാഹു സുബ്ഹാനഹു വ തആല മെനക്കെട്ടാൽ നമുക്ക് വാഗ്ദാനം നൽകുന്നു. 1 മണിക്കൂറുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അതിൽ താഴെ മസ്ജിദിലേക്ക് അല്ലാഹുവിന്റെ ദീൻ പഠിക്കാൻ, ഖുതുബ കേൾക്കാൻ, ദീനിയായ മജ്ലിസിൽ പങ്കുകൊള്ളാൻ വന്ന് മടങ്ങിപ്പോയി കഴിഞ്ഞാൽ അവന് ലഭിക്കുന്നത് പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലമാണ്. 2 മണിക്കൂറോ അതല്ലെങ്കിൽ അതിൽ താഴെയുണ്ടെങ്കിൽ സുബഹി നിസ്കാരത്തിന് വന്ന് ജമാഅത്ത് നിസ്കാരം നിർവഹിച്ച് ഉദയം വരെ ഇരുന്ന് സ്വലാത്തുൽ ഇസ്റാഖ് നിർവഹിച്ച് നമ്മൾ പോയി കഴിഞ്ഞാൽ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നത് പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലമാണ്. ഉംറയുടെയും ഉംറ നിർവഹിക്കുകയാണെങ്കിൽ റമദാനിൽ അതിനും 1-2 മണിക്കൂറുകൾ, 2 മണിക്കൂറോ അല്ലെങ്കിൽ അതിൽ താഴെയോ അതല്ലെങ്കിൽ തിരക്കനുസരിച്ച് അതിലേറെയോ കേവലം മണിക്കൂറുകൾ ഉണ്ടെങ്കിൽ അവിടെയും അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ഹജ്ജിന്റെ പ്രതിഫലമാണ് രേഖപ്പെടുത്തുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹത്തായ അമലുകൾ അത് ശ്രദ്ധയോടെ വീണ്ടെടുക്കാനും അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഅബയിൽ പോയി, പരിശുദ്ധ ഹറമിൽ പോയി, മക്കയിൽ പോയി ഹജ്ജ് ചെയ്യാൻ സാധിച്ചിട്ടില്ലെങ്കിലും നാട്ടിലിരുന്ന് വീട്ടിൽ അല്ലാഹുവിന് വേണ്ടി നല്ല നിയ്യത്ത് സ്വരുക്കൂട്ടി പൂർണ്ണമായ ഹജ്ജിന്റെയും ഉംറയുടെയും പ്രതിഫലം നേടുന്ന ശരിയായ മുഅ്മിനീങ്ങളിൽ, നന്മയിൽ മത്സരിക്കുന്ന മുസ്ലിമീങ്ങളിൽ നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. اللهم آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. اللهم ارحم والدينا كما ربيانا صغارا. اللهم ارحم والدينا كما ربونا صغارا. اللهم ارحم والدينا كما ربونا صغارا. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين وارحمنا بأنواع رحمتك يا أرحم الراحمين. والحمد لله رب العالمين وصلى الله وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين.